ഹായ് ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനും അമ്മയും കൂടി താഴെ അമ്പലത്തിൽ പൊങ്കാല ഇടാൻ വേണ്ടി പോവാണ്. നമ്മൾ വീടിൻ്റെ താഴോട്ട് പോകുമ്പം കായൽവാരമാണ്. അവിടെ ഒരു കുട്ടി കൃഷ്ണക്ഷേത്രമുണ്ട്. അവിടുത്തെ അമ്പലത്തിലെ ഉത്സവം എല്ലാ വർഷവും കുംഭം 8-ാം തീയതിയാണ് വരുന്നത്. അന്നേ ദിവസം അവിടെ പൊങ്കാലയും ഘോഷയാത്രയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനും അമ്മയും ഒരുപാട് ഗ്യാപ്പിന് ശേഷം ഇപ്പോഴാണ് വീണ്ടും പൊങ്കാല ഇടുന്നത്. അവിടെ പോയി വളരെ നല്ലൊരു സമയമായിരുന്നു. ഞങ്ങൾ പോയ ഒരു ടൈം എന്ന് പറയുന്നത് സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വന്ന് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബായിരുന്നു. അപ്പം നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അവിടുത്തെ അമ്പലത്തിൽ പൂജാരി വന്ന് പൂജിച്ച് നമ്മളെല്ലാവരും അവിടുന്ന് പൊങ്കാലയിട്ട് മടങ്ങി വീട്ടിലേക്ക് വന്നു. അന്നേ ദിവസം തന്നെ രാത്രി അമ്പലത്തിൻ്റെ ഭാഗമായിട്ട് ഘോഷയാത്രയുണ്ട്. അപ്പോൾ ഘോഷയാത്ര സമയത്ത് നമ്മൾ വിളക്കൊക്കെ ഒരുക്കി നമ്മൾ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വെക്കാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് മക്കളും അതേപോലെ വലിയവരും ഒക്കെ വിളക്കെടുക്കാറുണ്ട്. അപ്പോൾ താഴെ പനയം എന്ന് പറഞ്ഞ അമ്പലമുണ്ട്. അവിടെ നിന്ന് നമ്മൾ കായൽവാരത്തെ ശ്രീകൃഷ്ണ ക്ഷേത്രം വരാണിത് വരാറുള്ളത്. ഫ്ലോട്ടും അതേപോലെ തന്നെ ശ്രീപാർവതി ശിവപാർവതി നൃത്തവും ഒക്കെ അതിൻ്റെ കൂടെ ആഘോഷയാത്രയോടെ കൂടെ ഉണ്ടാവാറുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ഒരു കുഞ്ഞു ബൈറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഉത്സവമൊക്കെ അല്ലേ, ഉത്സവമൊക്കെ ഇപ്പോൾ പുതിയ പുതിയ ഓരോ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പം പിന്നെ ഡാൻസും പാട്ടൊക്കെ ഇല്ലാതെ എന്താണ് ഉത്സവം? അതേ ഞങ്ങളെ ജിമ്മിൽ കോച്ചാട് ഞങ്ങളെല്ലാവരും കൂടി ഭയങ്കര ഡാൻസും മേളമൊക്കെ ആയിരുന്നു. അങ്ങനെ അതിൻ്റെ കൂടെ തന്നെ നമ്മളെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് ഘോഷയാത്ര പോകുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ നടന്ന് അമ്പലത്തിലേക്ക് പോയി. അപ്പോൾ പോകുന്ന വഴിക്ക് ഓരോ വീടുകളിലൊക്കെ അടിപൊളിയായിട്ടാണ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഘോഷയാത്ര പോകുന്ന സ്ഥലത്തെല്ലാം. പിന്നെ താഴെ പോയപ്പം കമ്പം പൂരം ഒക്കെ ഉണ്ടായിരുന്നു. ഇതായിരുന്നു ഞങ്ങളെ ഉത്സവ വിശേഷങ്ങൾ. അപ്പോൾ ടാറ്റാ.